ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സന്തോഷ വാർത്തയുണ്ട് എൻ്റെ ജീവിതത്തിൽ. സന്തോഷ വാർത്തയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. എനിക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു, S22 സാംസങ് S22 മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. അതിൻ്റെ ഡിസ്പ്ലേ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്തപ്പോഴത്തേക്കും ആ ഡിസ്പ്ലേ പോയിരുന്നു. അതിനുശേഷം അതുകൊണ്ട് അവരുടെ കസ്റ്റമർ കെയറിലും വാങ്ങിച്ച സ്ഥലത്തും എല്ലാം ഞാൻ പോയിരുന്നു. പക്ഷേ എനിക്ക് ഒരു നീതി കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ കൺസ്യൂമർ കോർട്ടിൽ ഞാൻ പോയിരുന്നു. കൺസ്യൂമർ കോർട്ടിൽ പോയത് പത്തനംതിട്ട കൺസ്യൂമർ കോർട്ടിലാണ്. അപ്പോൾ ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോണത് അതിൻ്റെ എന്തായി ഔട്ട്കം നമ്മൾ വിജയിച്ചു കേട്ടോ. കേസ് വിജയിച്ചു. ഇനി ഇത് എത്ര രൂപ മുടക്കായിട്ടുണ്ട്, അതുപോലെ തന്നെ വക്കീൽ ആരായിരുന്നു, ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത്. പലരും ചോദിച്ചു ആരായിരുന്നു വക്കീൽ, അതുപോലെ എത്ര രൂപ ഇതിന് മുടക്കായിട്ടുണ്ട് എന്നൊക്കെ എന്നോട് പലരും ചോദിച്ചു. അപ്പം അതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഫുൾ ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴാണ് ഒരു കൺസ്യൂമർ കോർട്ടിൽ പോകേണ്ടതെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. അതായത് നിങ്ങൾക്കൊരു പ്രശ്നം സംഭവിച്ചു, ഒരു മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, എന്തെങ്കിലും ഗാർഹിക ഉപകരണം ആയിക്കോട്ടെ, എന്താണെങ്കിലും നിങ്ങൾക്കത് കേടുപാട് സംഭവിച്ചു. അതിനുശേഷം നിങ്ങൾക്ക് തോന്നുവാണ് നിങ്ങൾക്കൊരു നീതി കിട്ടിയില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നം കൊണ്ടല്ല ഇത് സംഭവിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺസ്യൂമർ കോർട്ടിൽ പോകാം. അതിന് മുമ്പായിട്ട് ഫസ്റ്റ് നിങ്ങൾ വാങ്ങിച്ച ഷോപ്പിൽ പോവുക. ഷോപ്പിൽ ചെന്നതിന് ശേഷം ഏതാണോ സാംസങ് ആണെങ്കിൽ സാംസങ്, LG ആണ് LG, ഏത് കമ്പനിയുടെ ആണോ അവരുടെ കെയർ ചെല്ലുക. കെയർ ചെന്നിട്ട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവിടെ നിന്ന് നിങ്ങൾക്ക് നീതി കിട്ടുന്നില്ല എന്ന് തോന്നിയാൽ മാത്രം മതി നിങ്ങൾ കൺസ്യൂമർ കോർട്ടിൽ പോകാൻ. അല്ലാതെ നിങ്ങൾ ഓടിപ്പിടിച്ച് നിങ്ങൾക്കൊരു സാംസങ്ങോ അല്ലെങ്കിൽ ഏത് മൊബൈലിൻ്റെ ആണെങ്കിലും സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കഴിഞ്ഞു, അതിൽ ഗ്രീൻ ലൈൻ വന്നു, അല്ലെങ്കിൽ ഡിസ്പ്ലേ പോയി, അതിനുശേഷം അവരുടെ ഒരു സർവീസ് സെൻറ്ററിൽ പോയിട്ട് നിങ്ങൾക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള കെയർ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫ്രീ ആയിട്ട് അവർ മാറി തന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കൺസ്യൂമർ കോർട്ടിൽ പോയാൽ മതി കേട്ടോ. അപ്പം ഞാൻ സാംസങ്ങിൻ്റെ കെയർ സെൻറ്ററിൽ ഞാൻ പോയിരുന്നു. അതായത് മൂവാറ്റുപുഴ കെയർ സെൻറ്ററിലാണ് ഞാൻ പോയത്. പക്ഷേ എനിക്ക് വളരെ മോശമായിട്ടുള്ള ഒരു റെസ്പോൺസാണ് അവിടെ നിന്ന് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ച ഓക്സിജനിൽ ഞാൻ ഒന്നും കൂടെ ചെന്നു. അവർ പറഞ്ഞു ഇതുകൊണ്ട് നിങ്ങൾ കൺസ്യൂമർ കോർട്ടിൽ പോയാലും കാര്യമൊന്നുമില്ല. കാരണം ഇതിൽ ബാക്ക് പാനലിൽ ചെറിയൊരു സ്ക്രാച്ച് അല്ല, ചെറിയൊരു പൊട്ടലുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് പോയിട്ട് കാര്യമില്ല. അതായത് നമുക്ക് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ചെറിയൊരു പെയിൻറ്റ് പോയിട്ടുണ്ടെങ്കിൽ പോലും, മൊബൈൽ ഫോണിൽ എവിടെയെങ്കിലും ഭാഗത്ത് ഒരു സ്ക്രാച്ചോ അല്ലെങ്കിൽ പെയിൻ്റൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് അവർ മാറി തരില്ല എന്ന് പറയുകയുണ്ടായി. എനിവേ എനിക്ക് തോന്നി ഇത് എനിക്ക് പറ്റിയ ഫാൾട്ടല്ല. കാരണം എൻ്റെ കയ്യിലിരുന്ന് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്തപ്പോഴാണ് ഈ മൊബൈൽ ഇപ്പം ഡിസ്പ്ലേ പൂർണ്ണമായിട്ടും ഒരു വൈറ്റ് കളറിലോട്ട് മാറിപ്പോയത്. അപ്പോൾ എനിക്ക് പൂർണ്ണമായ ബോധ്യം ഉണ്ടായിരുന്നു ഇത് ഇങ്ങനെ ആകാൻ കാരണം സോഫ്റ്റ്വെയർ അപ്ഡേഷൻ മൂലമാണെന്ന് പൂർണ്ണമായിട്ടുള്ള ബോധ്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ കൺസ്യൂമർ കോർട്ടിൽ പോകുന്നു കേട്ടോ. ഓക്കെ, കൺസ്യൂമർ കോർട്ടിൽ പോകുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, എപ്പോഴാണ് പോകേണ്ടതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വാങ്ങിച്ച ഷോപ്പിൽ ചെല്ലുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഏതോ കമ്പനിയാണോ അവരുടെ കെയർ സെൻറ്ററിൽ ചെല്ലുക. അവിടെ നിങ്ങൾക്ക് നീതി കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് കൺസ്യൂമർ കോർട്ടിൽ പോകേണ്ടത്. കൺസ്യൂമർ കോർട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും ഇതിൻ്റെ നടപടി ഉണ്ടാകത്തില്ല കേട്ടോ. എനിക്ക് ഈ പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ സമീപിച്ചത് പത്തനംതിട്ട കൺസ്യൂമർ കോർട്ടിലാട്ടോ. കാരണം ഈ സംഭവം നടക്കുന്നത് പത്തനംതിട്ട ഡിസ്ട്രിക്ട് വെച്ചാണ്. ഞാൻ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത് റാന്നിയിൽ നിന്നാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പത്തനംതിട്ട കോർട്ടിൽ പോയത്. അപ്പോൾ എല്ലാ ജില്ലയ്ക്കും അവർക്ക് കൺസ്യൂമർ കോർട്ട് ഉണ്ട് കേട്ടോ. ഇടുക്കി ജില്ലയ്ക്കാണെങ്കിലും പത്തനംതിട്ട ജില്ലയ്ക്കാണെങ്കിലും അവർക്ക് കൺസ്യൂമർ കോർട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കൺസ്യൂമർ കോർട്ടിൽ നിങ്ങളുടെ ജില്ലയിലുള്ള കൺസ്യൂമർ കോർട്ടിൽ പോവുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു റിസപ്ഷൻ ഉണ്ട്. ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പം അവർ വളരെ ക്ലിയർ ആയിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് അവർ പറഞ്ഞു തന്നു കേട്ടോ. വളരെ ക്ലാരിറ്റിയോട് പറഞ്ഞു തന്നു. അതുപോലെ ഒരു ഫോം തന്നു. ആ ഫോമിന് അനുസരിച്ച് നമുക്ക് ഒരു പരാതി എഴുതി കൊടുക്കണം, അല്ലെങ്കിൽ DTP ആയിട്ട് അടിച്ചു കൊടുക്കണം. ഞാൻ കൊടുത്തത് DTP ആയിട്ട് അടിച്ചാണ് കൊടുത്തത്. നമുക്ക് ഈ ഒരു കോർട്ടിനടുത്ത് തന്നെ DTP സെൻറ്റർ ഉണ്ട്. അപ്പോൾ DTP ആയിട്ട് ഞാൻ പരാതി ഇൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതി കൊടുത്തു കേട്ടോ. അപ്പോൾ എൻ്റെ പ്രശ്നങ്ങളും അതുപോലെ കറക്റ്റായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും, അതായത് എൻ്റെ ഫോണിൻ്റെ ബാക്ക് പാനൽ വാങ്ങിച്ചൊരു 6 മാസം കഴിഞ്ഞപ്പോൾ പൊട്ടിപ്പോയായിരുന്നു. ജസ്റ്റ് താഴെ വീണ് പൊട്ടിപ്പോയായിരുന്നു. അപ്പം അതെല്ലാം ഞാൻ മെൻഷൻ ചെയ്തു. അതിനുശേഷം 1.5 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നീട് ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേഷനിൽ ഇങ്ങനെയൊരു എന്താ പറയുക, നമ്മുടെ ഡിസ്പ്ലേ പൂർണ്ണമായിട്ടും പോകുന്നു കേട്ടോ. നമുക്ക് ഫസ്റ്റ് നമ്മൾ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത് കൊടുക്കുന്ന ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ പ്രൂഫ് എവിഡൻസ് ആട്ടോ. പ്രൂഫ് എവിഡൻസ് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കറക്റ്റായിട്ട് കോടതി തന്നെ പറഞ്ഞു തരും. അത് കോടതിയിൽ റൈറ്റേഴ്സ്, അവിടെ കോടതി മുറിയിൽ സൈഡിൽ റൈറ്റേഴ്സ് ഇരിപ്പുണ്ടാവും. അവരോട് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ അവർ റിസപ്ഷൻ ചോദിച്ചാൽ മതി എങ്ങനെയാണ് നമുക്ക് പ്രൂഫ് എവിഡൻസ് തയ്യാറാക്കണമെന്ന് ചോദിച്ചാൽ മതി. അവർ വളരെ ക്ലിയർ ആയിട്ട് പ്രൂഫ് എവിഡൻസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു തരും കേട്ടോ. ഈ പ്രൂഫ് എവിഡൻസിൻ്റെ കൂടെ നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ കയ്യിലുള്ള എവിഡൻസ്, അതായത് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എവിഡൻസ് ആയിട്ട്, ഈ എവിഡൻസ് അനുസരിച്ചായിരിക്കും നമുക്ക് വിധി ഉണ്ടാവുക. കറക്റ്റായിട്ടുള്ള എവിഡൻസ് ക്ലിയർ ആയിട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇപ്പം എന്താ പറയുക, സോഫ്റ്റ്വെയർ അപ്ഡേഷനിൽ നിങ്ങൾക്ക്
അതിൻ്റെ സ്ക്രീൻ ഗ്രീൻ ലൈനായോ അല്ലെങ്കിൽ വൈറ്റ് ലൈനായോ പോയെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തോന്നുവാണ് നിങ്ങളുടെ കയ്യിലെ കുഴപ്പം കൊണ്ടല്ല, നിങ്ങളുടെ ഡിസ്പ്ലേക്ക് ഒരു കുഴപ്പമില്ല, ഡിസ്പ്ലേയിൽ ഒരു പൊട്ടലോ ഒന്നുമില്ല, തീർച്ചയായിട്ടും കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ പ്രൂഫ് എവിഡൻസ് കൊടുത്തു. അങ്ങനെ അവസാനം എനിക്ക് വിധി വന്നു. വിധിയുടെ ഞാൻ പൂർണ്ണമായിട്ടുള്ള കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല, എത്ര രൂപയാണ് എനിക്ക് കിട്ടിയെന്ന് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നില്ല. പക്ഷേ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറയാം. ഇന്ന് പറയാത്ത കുറച്ച് കാരണങ്ങളുണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ എനിക്ക് ഒരു പൈസ ആയിട്ടാണ്, എമൗണ്ടാണ് എനിക്ക് ജഡ്ജ് വിധിച്ചിരിക്കുന്നത്. അപ്പോൾ 8 മാസത്തിന് ശേഷമാണ് ജഡ്ജ് വിധിച്ചത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു വക്കീലിന് ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ പോയി കേസ് നടത്താവുന്നേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകാം. അപ്പം ജഡ്ജ് ഇതെല്ലാം കേൾക്കാൻ തയ്യാറാണ്. നിങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജഡ്ജ് പറയും. ഇങ്ങനെയല്ല, അതിനുള്ള ഡയറക്ഷനൊക്കെ ജഡ്ജ് തരാറുണ്ട്. അപ്പം വക്കീലിന് ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരു എമൗണ്ട് എത്രയാവും ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്കൊരു 6-7 മാസമായതുകൊണ്ട് 10,000 രൂപ താഴെയാണ് എമൗണ്ട് എനിക്ക് കോടതി ചിലവ് വന്നേക്കുന്നത്. പക്ഷേ നിങ്ങൾ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കൊരു ദിവസം നിങ്ങൾക്ക് പോകും. അപ്പോൾ അതിന് ഒരു ദിവസം നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾക്ക് സാലറി കിട്ടുന്നത്, അത് നിങ്ങൾക്ക് ലോസ്റ്റ് ആയി പോകും. മനസ്സിലായോ? അതാണ് ഇതിനകത്ത് വേറൊരു പ്രശ്നമുള്ളത്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോണത്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരു കൺസ്യൂമർ കോർട്ടിലോട്ട് നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാ എവിഡൻസും നിങ്ങൾ സൂക്ഷിച്ച് വയ്ക്കുക, മിസ്സാക്കി ഒന്നും കളയരുത്. അതുപോലെ നിങ്ങൾ പ്രൊഡക്റ്റ് മിസ്സാക്കി കളയരുത്. അവസാനം നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കൊടുക്കേണ്ടി വരും. എനിക്ക് അവസാനം പ്രൊഡക്റ്റ് തിരിച്ച് കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ട് പ്രൊഡക്റ്റ് ഭദ്രമായിട്ട് സൂക്ഷിച്ച് തന്നെ വയ്ക്കുക. അതുപോലെ എവിഡൻസ് കൊടുക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് കൊടുക്കുക. പിന്നീട് എവിഡൻസ് സ്വീകരിക്കില്ല. ആദ്യമേ നമ്മൾ ആ പ്രൂഫ് എവിഡൻസ് കൊടുക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് എല്ലാ എവിഡൻസും കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേറെ എവിഡൻസ് പിന്നീട് കിട്ടുമ്പം വെക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പിന്നീട് കൊടുത്തപ്പം പിന്നീട് ഓർഡറിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് വന്നായിരുന്നു. അതുകൊണ്ട് പിന്നെ അത് സ്വീകരിച്ചില്ല. അപ്പോൾ പ്രൂഫ് എവിഡൻസിൻ്റെ കൂടെ എല്ലാ എവിഡൻസും കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ കറക്റ്റായിട്ടും ക്ലിയർ ആയിട്ടും ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് പറയുക. ഇല്ലെങ്കിൽ അവിടെയൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അത് പ്രശ്നമാകും. അപ്പോൾ എൻ്റെ കേസിൽ ഇടയ്ക്ക് അവരൊന്ന് കോംപ്രമൈസിന് വേണ്ടി വന്നായിരുന്നു. അതായത് ഇതിൻ്റെ ഡിസ്പ്ലേ മാറിത്തരാമെന്നും ബാറ്ററി മാറിത്തരാമെന്നും പറഞ്ഞു വന്നു. അതിനുശേഷം പിന്നീട് അവർ തന്നെ അതിൽ നിന്ന് പിന്മാറുകയും ചെയ്ത് അടുത്ത ദിവസം അവർ പറഞ്ഞു കമ്പനി ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് പറയുന്നത്. അങ്ങനെ അവരത് തിരിഞ്ഞ് മാറിപ്പോവുകയും ചെയ്ത് അതിനുശേഷമാണ് പിന്നെ 8 മാസത്തിന് ശേഷം നമുക്ക് ജഡ്ജ് അനുകൂലമായിട്ടുള്ള ഒരു വിധി തന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുവാണ് നിങ്ങൾക്കൊരു സർവീസ് കിട്ടിയത് ശരിയായില്ല, അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും പ്രൊഡക്റ്റ് ഒന്ന് പറ്റിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺസ്യൂമർ കോർട്ടിൽ പോകാം. അതിനിപ്പോൾ വക്കീലിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റായിട്ട് പോയി പറയാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു. പ്രയോജനപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവർക്കും ഷെയർ കൊടുക്കുക. കാരണം പലർക്കും ഡൗട്ടുണ്ട്, ഈ പറഞ്ഞ പോലെ വക്കീലിന് വേണോ, എത്ര രൂപയാകും, എത്ര മാസം പിടിക്കും, അങ്ങനെ പല പല ഡൗട്ട്സ് ഉണ്ട്. പെട്ടെന്ന് കിട്ടുമോ, ഇന്ന് കൊടുത്താൽ നാളെ കിട്ടുമോ, അങ്ങനെ കുറേ ഡൗട്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ മൊബൈൽ ഫോണിൽ സ്ക്രാച്ച് ഉള്ളതുകൊണ്ട് കൊടുത്ത പ്രശ്നമുണ്ടോ, അങ്ങനെ പല പല ഡൗട്ട്സ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് തോന്നുവാണ് ഈ ഒരു സ്ക്രാച്ച് കൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം കൊണ്ടല്ല എൻ്റെ ഈ ഫോണിന് ഈ ഒരു ഡിസ്പ്ലേ പോയത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പ്രശ്നമാണ് സംഭവിച്ചത്, അത് ഈ ഒരു പ്രശ്നം കൊണ്ടല്ല, ഈ ഒരു പെയിൻറ്റ് പോയത് കൊണ്ടല്ല,